എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നടക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നേരത്തെയുള്ള ചില കമ്മിറ്റ്മെൻറ്റ്സ് കാരണം എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. റോഷിപാൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നതിലുപരി വളരെ നല്ല മനസ്സിൻ്റെ ഉടമയാണ്. കുറേ പ്രതിസന്ധികൾ നേരിട്ടിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കും അത് വായിക്കാൻ ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഈ ബുക്ക് വായിക്കണം. DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. റോഷിപാലിനും പിന്നെ ഈ ഒരു ബുക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ആവാൻ പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ജേർണി വളരെ ഇൻസ്പയറിംഗ് ആണ്. കുറച്ചൊക്കെ എനിക്കറിയാം, അത് മുഴുവനായിട്ട് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. സോ റോഷിപാലിൻ്റെ ഈ ഒരു ബുക്കിനും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അവർക്കും ഒരു മാധ്യമ പ്രവർത്തകൻ്റെ അന്വേഷണയാത്ര എന്നാണ് ഈ ബുക്കിൻ്റെ പേര്. സോ ഇത് എല്ലാവർക്കും ഒരു വലിയ ഒരു ഓർമ്മയും ഒരു നല്ല എക്സ്പീരിയൻസും എല്ലാമാവും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ ഒരു അവസരത്തിൽ റോഷിപാൽ വളരെ ജെന്യുവനായിട്ട് അൺകണ്ടീഷണലായി തന്ന ഒരു സപ്പോർട്ടിന് ഞാൻ ഇന്നും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. സോ ഒരിക്കൽ കൂടി ഞാൻ അവിടെ ഉണ്ടാവാൻ സാധിക്കാത്തതിൽ എനിക്ക് വിഷമമുണ്ടെന്ന് ഞാൻ അറിയിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടെ. താങ്ക് യു സോ മച്ച്. ഞങ്ങളെക്കാൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലെല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇത് ഫൈറ്റ് ചെയ്യണം എന്ന് തീരുമാനിച്ചപ്പോൾ ഇതിങ്ങനെയൊക്കെ ആയിത്തീരുമെന്നോ ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ആ ഫൈറ്റിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് പലവട്ടം പ്രതീക്ഷ നശിച്ച സമയങ്ങളുണ്ടായിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ച സമയങ്ങളുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ കൂടെ സത്യം പറഞ്ഞാൽ നിന്നത് നമ്മുടെ സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരുമാണ്. അതിൽ റോഷിയേട്ടൻ്റെ കാര്യം എടുത്ത് പറയണം. കാരണം റോഷിയേട്ടൻ തുടക്കം മുതൽ അവസാനം വരെ പലരും ഉപേക്ഷിച്ചു പോയാലും ഉപേക്ഷിക്കില്ല എന്ന ഒരു ഫീലിംഗിലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങൾ റോഷിയേട്ടൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ അങ്ങനെ നേരിട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ നേരിട്ട് വരാനായിരുന്നു പ്ലാൻ. പക്ഷെ അവസാന നിമിഷം അത് ചെറുതായിട്ടൊന്നും മാറിപ്പോയി. അപ്പോൾ ഞാനും ഞങ്ങളുടെ വല്യമ്മയുടെ മകനുണ്ട്, ചേട്ടനും കൂടി വരാനായിരുന്നു. അങ്ങനത്തെ പനി. അപ്പോൾ ഒരു കാരണവശാലും ഞങ്ങൾ ആരും വരാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റ് ആയത്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ബുക്ക് എഴുതി അത് പബ്ലിഷ് ചെയ്യുന്നു. അത് ഇനിയും ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമാവട്ടെ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വിശ്വസിക്കുന്ന സിസ്റ്റത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ വിചാരിക്കുന്നു നമ്മളാണ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഇറങ്ങി തിരിച്ചാലേ ഇത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബുക്ക് പ്രസിദ്ധീകരിച്ച DC ബുക്സിനും പിന്നെ അതുപോലെ റോഷിയേട്ടൻ എത്ര എഫേർട്ട് എടുത്ത് ഇത് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും താങ്ക് യു വെരി മച്ച്. ഒരു പെൺകുട്ടി അതാരുമായിക്കോട്ടെ, പ്രശസ്തയോ അപ്രശസ്തയോ ആരുമായിക്കോട്ടെ, ഇന്ന് വരെ മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയേറെ ഇതിൽ നമുക്ക് നീതി ലഭിക്കണം, അവൾക്ക് നീതി ലഭിക്കണം. കാരണം നാളെ വരുന്ന പല കുട്ടികൾക്കും അവളൊരു മാതൃകയാണ്, അവളൊരു വഴികാട്ടിയാണ്. ഇത് തന്നെയായിരുന്നു റോഷി. ചില ദിവസം വല്ലാതെ ഒരു ഭ്രാന്തെടുത്ത അവസ്ഥയിൽ ചേച്ചി വീട്ടിലുണ്ടോ, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കും. ചില ദിവസം വല്ലാതെ ഇമോഷണലായിട്ടുണ്ട്. എന്താണിത്? പലപ്പോഴും നടി കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് സങ്കടം പറയുമ്പോൾ എനിക്ക് വേണ്ട, എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല, 2 മണിക്കൂർ കാറിനുള്ളിൽ അനുഭവിച്ചതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഇപ്പോൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 15 ദിവസങ്ങളോളം. അതുപോലെ തന്നെയായിരുന്നു ബാലേന്ദ്രകുമാറും. അസുഖമായി കിടക്കുമ്പോൾ ഞാൻ കാണാൻ ചെല്ലുമ്പോൾ ബാലേന്ദ്രകുമാർ പറയുന്നത് ഒരു 5 ദിവസമോ 6 ദിവസമോ കൊണ്ട് തീരേണ്ട ഒരു ട്രയൽ 40 ദിവസത്തിലധികം അത്രയും വയ്യാതെ ഇരിക്കാനും നിൽക്കാനും കിടക്കാനും വയ്യാത്ത ഒരവസ്ഥയിൽ ആ മനുഷ്യൻ കസേരയിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ച് തളർത്തി കഴിഞ്ഞാൽ, ഒടുവിൽ അയാളെ കൊണ്ട് വയ്യാതെയായി കഴിഞ്ഞാൽ അയാൾക്ക് പറയാനുള്ള മൊഴികളെല്ലാം ഒന്നുമില്ലാതെ പോകും. ഇങ്ങനെ
പല രീതിയിൽ ഈ പുസ്തകത്തിൽ കുറെ മരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട ചിലരുടെയൊക്കെ മരണങ്ങൾ. എനിക്ക് ഭയമായിരുന്നു റോഷിയെ കുറിച്ച് ആലോചിച്ചിട്ട്. പൾസർ സുനിയുമായിട്ടുള്ള അഭിമുഖം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, റോഷി സൂക്ഷിക്കണേ. എന്നോട് പലരും പറയാറുണ്ട്, ചേച്ചി സൂക്ഷിക്കണം എന്ന്. അപ്പൊ എല്ലാവർക്കും ഭയമാണ്. സിനിമ ലോകം തന്നെ ഭയന്നാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഭയമാണ് അവൾക്കൊപ്പം ഇന്ന് ഉച്ചരിക്കാത്തത്. എത്ര വലിയവരിൽ നിന്നും താഴേക്കിടയിലുള്ള എല്ലാവരും തന്നെ ഒരുമിച്ച് സ്വകാര്യമായി എന്നോട്, വളരെ സ്വകാര്യമായി എന്നോട് പറയാറുണ്ട്, ഞങ്ങളെല്ലാം അവളുടെ ഒപ്പമാണ്, പക്ഷെ ദയവേത് എൻ്റെ പേര് പറയരുത്. ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഭയമാണ്. അപ്പൊ ഇതാരാണ്? അധോലോക നായകനും. എന്താണ് ഇയാളെ ഇത്രയും ഭയപ്പെടാനുള്ള കാരണം എന്താണ് അറിയില്ല. അപ്പോ അത്രമാത്രം എന്തൊക്കെയോ ദുരൂഹതകൾ ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള പല പെൺകുട്ടികളുടെ വിഷയത്തിൽ ഇവിടെ നടന്നിട്ടുണ്ട്. അതായിരിക്കാം ഇവരെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നത്. അല്ലാതെ ഒരു സാധാരണ സിനിമാ നിർമ്മാതാവായോ സിനിമാ നടനായോ തിയേറ്റർ ഓണറായിട്ടോ മാത്രമല്ല, ഏറ്റവും വലിയ നിർമ്മാതാക്കൾക്കും നടന്മാർക്കും നടിമാർക്കും സംവിധായകർക്കും എല്ലാവർക്കും ഭയമാണ്. അവിടെയാണ് റോഷി പാൽ എന്ന വ്യക്തിയെ നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ടത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ചാനലിന്റെ റിപ്പോർട്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ കിട്ടുന്ന വാർത്ത വെറുതെ വായിച്ചെന്ന് പോയാൽ മതി. വേണമെങ്കിൽ സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതിനെ കാരണമായിട്ട് അങ്ങോട്ട് അവതരിപ്പിച്ച കുറെ ടാപ്പ് റേറ്റിംഗിൽ കൂടെ അദ്ദേഹത്തിന് പൈസ ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ ഇത് മനസ്സിൻ്റെ ഉള്ളിൽ ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു സഹോദരനെ പോലെ അവൾക്ക് വേണ്ടി ഇത് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഇതിന്റെ വഴികൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എവിടെയൊക്കെ ഈ കേസിൽ ശരിക്കും ഒരുപാട് സാക്ഷികൾ പുറത്തേക്ക് വരാനുള്ള ഒരു പ്രധാന കാരണക്കാരനും റോഷി പാൽ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാലേന്ദ്രകുമാർ എന്ന വ്യക്തി ആദ്യമായി ഈ കേസിൽ വരുന്നതിന് മുൻപ് ഞങ്ങൾ ഇന്നും ഓർക്കുന്നു, ഞങ്ങൾ തമ്മിൽ ഇരുന്ന് ഇങ്ങനെ ഒരാളുണ്ട്, അയാൾക്ക് പറയാൻ ഒരുപാടുണ്ട്, പക്ഷെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ തമ്മിലിരുന്ന് ചർച്ച ചെയ്തു. ഒടുവിൽ അയാൾ തന്നെയാണ് ധൈര്യപൂർവ്വം പുറത്തേക്ക് വന്നത്. അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പൾസർ സുനിയോടൊപ്പം ജയിലിൽ കിടന്ന ആൾ, അങ്ങനെ നിരവധി ആളുകൾ, ഇവരെല്ലാം ജീവൻ പണയം വെച്ചാണ് റോഷി തേടി 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 പോകുന്നത്. അതൊരു വെറും ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം അല്ല. അവിടെ ഒരു മനുഷ്യന്റെ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അച്ഛനുണ്ട്, ഒരു നന്മയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു റിപ്പോർട്ടർ ആവുന്നത്. അതാണ് ഈ പുസ്തകം എഴുതിയില്ലായിരുന്നുവെങ്കിൽ, ഞാൻ വിചാരിക്കുന്നതാണ്, ഈ പുസ്തകം റോഷി പാൽ എഴുതിയില്ലായിരുന്നുവെങ്കിൽ റോഷി പാലിന് മരണം വരെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. കാരണം അത്രമാത്രം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത്രയും വിഷയങ്ങൾ ഇങ്ങനെ കിടന്ന് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു എന്ന് പലപ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ പറയും, വിട്ടുകളാ പോട്ടെ, ഇപ്പൊ എന്ത് ചെയ്യാനാണ്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഇങ്ങനെയാണ്, നമ്മളിതെല്ലാം ഇല്ല, അങ്ങനെയല്ല, നമുക്ക് ഇതിന്റെ അറ്റം വരെ പോകണം, നമ്മളിത് മറ്റു പലർക്കും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് ഞങ്ങളെ എല്ലാവരെയും പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റാണ്, ഒരു മനുഷ്യനാണ്, ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം, ഈ അവൾക്കൊപ്പം എന്ന് ഓരോ പെൺകുട്ടിയെ കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുന്ന പലർക്കും കാര്യങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇത് വായിക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ നടന്ന അനീതി നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുകയുള്ളൂ.
ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നമ്മൾ ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അവൾ സന്തോഷമായിരിക്കുന്നല്ലോ, എന്താ സന്തോഷമായിരിക്കാൻ പാടില്ലേ? ഇങ്ങനെ ഒരു അനീതി നടന്നാൽ ആ പെൺകുട്ടി ജീവിതകാലം മുഴുവനും കരഞ്ഞ് 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 ഇങ്ങനെ തീർക്കണം. അവൾ സന്തോഷമായിരിക്കട്ടെ. അവൾ ഒരിക്കലും എനിക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവൾ ഇത് മറക്കണം. ഇത് മറക്കാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ച് പല രീതിയിലും അവളെ ആശ്വസിപ്പിക്കുകയും അവളെ സന്തോഷിപ്പിക്കുകയും അവളുടെ അടുത്തിരിക്കുമ്പോൾ ഈ വിഷയം ഒഴിച്ച് ബാക്കി എന്തും ഞങ്ങൾ സംസാരിക്കും. പക്ഷെ ഇതിൽ ഏറ്റവും പലർക്കും അറിയാതെ പോയൊരു കാര്യം, ഈ പുസ്തകത്തിൽ റോഷി ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്കറിയാം ഈ സംഭവം നടന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 1-2 പ്രാവശ്യം എൻ്റെ റോഷി പെൺകുട്ടിയെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു അടുപ്പമുണ്ടായി. അല്ലെങ്കിൽ തന്നെ കുറെ പേരുടെ പ്ലാനാണെന്നാണ് പലരും പറയുന്നത്. അതായത് അവളല്ല വിക്ടിം, അവനാണ് വിക്ടിം എന്ന രീതിയിൽ ചിലരൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അത് സിനിമാ ലോകത്തും അതല്ലാതെ പൊതുസമൂഹത്തിൽ. ഇവിടെ ആരും ഇതിന്റെ പിന്നിൽ എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ കൊണ്ടുപോയി ഈ കേസിൽ തള്ളിയിടണം എന്ന് പറഞ്ഞാൽ ആരും തള്ളിയിടതല്ല. ഈ പേര് പറഞ്ഞതൊന്നും അവളോ മറ്റുള്ളവരോ ആരുമല്ല. ഇത് പറഞ്ഞത് ഇന്ന ആളാണെന്ന് പറഞ്ഞത് പൾസർ സുനിയാണ്. പൾസർ സുനി പേര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് അങ്ങോട്ട് വഴിതിരിഞ്ഞു പോകുന്നത്. അതുവരെ പൾസർ സുനി മാത്രമാണെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. ഈ സംഭവത്തിന് ശേഷം അവളുടെ വീട്ടിൽ ഇരുന്ന് അവൾ ഈ സംഭവം നമ്മളോട് വിശദീകരിക്കുമ്പോൾ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ, സഹോദരൻ, നമുക്ക് കേട്ടിരിക്കാൻ പറ്റില്ല. അത് നമ്മൾ അവളിൽ നിന്ന് കേൾക്കുമ്പോൾ മാത്രമേ നമുക്ക് അവൾക്ക് വേണ്ടി ഇറങ്ങാനുള്ളൊരു മനസ്സുണ്ടാവുള്ളൂ. ഈ വിമർശിക്കുന്നവർക്കെല്ലാം ഇതൊരു കഥയാണ്. എവിടെയോ എന്തോ ആരൊക്കെയോ സംസാരിക്കുന്ന കുറെ കഥ. ചിലർക്ക് ചാനൽ ചർച്ചകൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചകൾ സമയത്ത് പറയും, ഇവർക്കൊന്നും വേറെ പണിയില്ലേ? പണിയില്ലാഞ്ഞിട്ടല്ല. ഇനി ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു കൊട്ടേഷൻ ബലാത്സംഗം നേരിടാൻ ഇടവരരുത്. കാരണം മറ്റു ബലാത്സംഗം പോലെയല്ല കൊട്ടേഷൻ എന്ന് പറയുന്നത്. തെളിയിക്കപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇനി എങ്ങനെയൊക്കെ, എത്രയൊക്കെ ഉന്നതനാണെങ്കിലും എത്രയൊക്കെ സമ്പന്നനാണെങ്കിലും ഈ കേസ് തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ നാളെ അത് ഒരുപാട് പെൺകുട്ടികളെ മാനസികമായി സാമൂഹികമായി തളർത്തിക്കളയും. അത്രമാത്രം ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. പറയാൻ ഇന്ന് മുഴുവനും ഒരുപാടുണ്ട് പറയാൻ. പക്ഷേ സമയം വളരെ കുറവായത് കൊണ്ടാണ് അത്രയധികം ദീർഘിപ്പിക്കാത്തത്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വായിക്കണം. അവളോടൊപ്പം എന്ന് മനസ്സുകൊണ്ടെങ്കിലും, എന്നാൽ അവൾ എന്നത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നടിയോടൊപ്പം എന്നല്ല നിങ്ങൾ കരുതേണ്ടത്, ഒരു പെണ്ണിനോടൊപ്പം. ഇങ്ങനെ ഒരു ദുരനുഭവം നേരിട്ട ഒരു പെണ്ണിനോടൊപ്പം തന്നെയാണ് ഈ സമൂഹത്തിലെ ഓരോ മനുഷ്യനും എന്ന് നിങ്ങൾ ഓരോരുത്തരും പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പുസ്തകം ഞാൻ കുറച്ചൊക്കെ ഇന്നാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് മുഴുവനും ഇത് വായിച്ചാൽ മാത്രമേ ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാനൊന്ന് ഓടിച്ച് ഞാൻ വായിച്ചു. ഇത് വായിക്കുമ്പോൾ നമുക്ക് കുറേ നെഞ്ചിടിപ്പുണ്ടാകും, കുറേ സങ്കടം വരും, അങ്ങനെ കുറേ കണ്ണീരിൻ്റെ കഥകളുണ്ട്, കുറേ ഭയത്തിൻ്റെ കഥകളും എല്ലാം തന്നെ ഈ അന്വേഷണ പുസ്തകത്തിൽ റോഷി പാൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.